ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനും നിക്കിയും ഏട്ടനും കൂടെ ഇവിടുത്തെ നമ്മുടെ CRPF ക്യാമ്പിൻ്റെ ഉള്ളിലത്തെ അമ്പലത്തിൽ പോവാണ്. അപ്പം അവളെ ഞാൻ കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനോട് റെഡി ആവണം. അപ്പം നമുക്ക് റെഡി ആയിട്ട് വരാം. ഉടനെ ഉണ്ടേ കണ്ണെഴുതണോ? കണ്ണെഴുതിയില്ലോ? മുടിയോ? ചീവി തന്നോ? ചന്ദ്രി കിട്ടിയായല്ലോ. വാ ഇങ്ങോട്ട് വാ. എൻ്റെ ലിപ് ലൈനറൊക്കെ എടുത്ത് പിടിച്ചോണ്ടിരിപ്പുണ്ട് ആള്. അങ്ങനെ ഞാൻ പകുതിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി തലമുടി കൂടെ കെട്ടണം. സാധാരണ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, അല്ലാതെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. കണ്ണെഴുതി ചെറുതായിട്ട് ലിപ് ലൈനർ വെച്ച് തന്നെ ഒരു ചെറിയ ഷെയ്ഡ് കൊടുത്തു. പൊട്ട് ഉണ്ടായിരുന്നത് അവൾ ഒട്ടിക്കുന്ന പൊട്ടാണെങ്കിൽ അവൾ എടുത്തുകൊണ്ട് പോവും. ഇതൊന്ന് മുടി കെട്ടണം. കുളിച്ചിട്ടങ്ങ് ശരിക്കും ഉണങ്ങിയിട്ടില്ല. ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ആക്ച്വലി എനിക്ക് ഇങ്ങനെ മുടി കെട്ടുന്ന ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ചുമ്മാ ഇവിടെ വെളിയിൽ വരെയല്ലേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഇത്രയും റെഡി ആക്കിയിട്ടുണ്ട്. പൊട്ട് എന്തായാലും പോകുന്ന വഴിക്ക് ഇവള് പറിച്ച് കളയും. ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒന്നെങ്കിൽ ഏട്ടൻ വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം. ഇപ്പോൾ അവൾ സ്നാഗ് ഇടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ആദ്യത്തെ ഘട്ടം അപ്പീടലൊക്കെ കഴിഞ്ഞു. ഇപ്പം പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ഒരു ചെറിയ ഫീഡിങ് ബോട്ടിലിൽ വെള്ളം ഇച്ചിരി എടുത്തിട്ട് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് അവൾ കുടിച്ചോളൂല്ലോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി. അപ്പോൾ അവൾക്ക് ക്ഷമയില്ലാതായിട്ടുണ്ട്. കരച്ചിലോട് കരച്ചിലാണ്. പിന്നെ ഞാൻ അവൾക്കൊരു ബോട്ടിലിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പേട്ടൻ വരും. താഴെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് ഇറങ്ങി. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മൾ ഏറ്റവും അങ്ങേ എൻഡിലാണ്, അമ്പലം ഇങ്ങേ എൻഡിലുമാണ്. അപ്പം നമ്മൾ കേരളത്തിലുള്ളവർ അവിടുത്തെ അയ്യപ്പൻ്റെ പൂജകളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെയല്ല, ചില പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ പൂജയിലും മറ്റു പരിപാടികളിലൊക്കെ. ഇത് കാണുന്നതാണ് അമ്പലം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ പൂജകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയി.